നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വന്ദേ ഭാരതിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ദണ്ഡി കിടക്കുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് റാണി കമലാപതി അഥവാ ഭോപ്പാൽ ഹബീബ്ഗഞ്ചിലേക്ക് പോകുന്ന ഈ ഒരു വന്ദേ ഭാരതിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഈ വന്ദേ ഭാരതാണ് ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരത് എന്ന് പറയുന്നത്. ഈ വന്ദേ ഭാരത് മാത്രമല്ല ലിസ്റ്റിലുള്ളത്, ഖജുരാഹോ വന്ദേ ഭാരതം ഉണ്ട്. ഈ രണ്ട് വന്ദേ ഭാരത് 160 km/h പറക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വന്ദേ ഭാരതിൽ ഇന്ന് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് 2:40 ഇപ്പോൾ ഇവിടെ ആരും ഇല്ല. ഇപ്പോൾ സമയം 1:30 ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ക്ലാസ് എവിടെയാണ് തപ്പിപ്പിടിച്ച് പോവാം. ഈ വരുന്നത് നമ്മുടെ ചണ്ഡീഗഡ് കൊച്ചുവേളി കേരള സമ്പർക്കാന്തിയാണ് കേട്ടോ. ഈ സമയത്താണ് അത് ഇവിടെ നിസാമുദ്ദീനിൽ എത്തുന്നത് 1:30. ഇതിന് കയറിയ ഡയറക്റ്റ് നാട്ടിൽ പോവാം. പക്ഷെ വേണ്ട, നമ്മൾ ഭോപ്പാൽ വഴിയാണ് പോകുന്നത്. നമ്മുടെ സ്വന്തം KSK അങ്ങനെ നിസാമുദ്ദീൻ വെച്ച് സ്പോട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ 11ാമത്തെ വന്ദേ ഭാരതിലാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഈ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ വർഷം April 1. അതായത് ഇപ്പോൾ കറക്റ്റ് 1 year ആയി. ഒരു വർഷം ഈ വന്ദേ ഭാരത് ഇപ്പം നമ്മുടെ ട്രാക്കുകളിൽ സർവീസ് ആരംഭിച്ചിട്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരതിൽ 2 എണ്ണത്തിൽ ഒരെണ്ണമാണ് ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരത്. ഇതുകൊണ്ട് ഖജുരാഹോ വന്ദേ ഭാരത് ഉണ്ട്. പക്ഷേ ഇതാണ് ഒന്നുകൂടെ ട്രാവൽ ടൈം കുറച്ചുകൂടെ കുറവുള്ളത്. നമ്മൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണല്ലോ പോകുന്നത്. അപ്പം E1 ആണ് നമ്മുടെ കോച്ച്. ഇതാണ് E1. ആസ് യൂഷ്വൽ എല്ലാ VBയിലെ പോലെ തന്നെ റെഡ് സീറ്റാണ് ഇതിലുള്ളത്. അപ്പോൾ എൻ്റെ സീറ്റ് എന്ന് പറയുന്നത് 32 ആണ്. 32 എവിടെയാണ്? അതെ ഇവിടാണ് 32. ഇത് തിരിച്ചിടാം. നമുക്ക് അപ്പുറത്തോട്ടല്ലേ വണ്ടി പോകുന്നത്. അതേ അപ്പുറത്ത് നമ്മുടെ കേരള എക്സ്പ്രസ് അല്ലേ വരുന്നത്. അതെ തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ് കണ്ടുമുട്ടി നമ്മളിവിടെ. ഈ വന്ദേ ഭാരത് ഡൽഹിയുടെ അല്ല, ഇത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആണ്, ഭോപ്പാലിൻ്റെ ആണ്. ഭോപ്പാലിൽ നിന്ന് രാവിലെ എടുത്തിട്ട് ഉച്ചയ്ക്ക് 1:15 ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്ന് 2:40 എടുത്തിട്ട് രാത്രി 10:15 ഭോപ്പാലെത്തും. അങ്ങനെയാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണിത്. ഇതൊരു 16 കാർ VB ആണ്, വന്ദേ ഭാരതാണ്. അതായത് 16 കോച്ചുണ്ട്. അതിൽ 2 എക്സിക്യൂട്ടീവും പിന്നെ ബാക്കി 14 സാധാരണ നോർമൽ ചെയർ കാറുമാണ്. 16 കോച്ചുള്ളൊരു വലിയ വന്ദേ ഭാരതാണ് ഈ റാണി കമലാപതിക്ക് പോകുന്നത്. വണ്ടി ഫുള്ളൊന്നും അല്ല കേട്ടോ. വണ്ടി ഓൾമോസ്റ്റ് ഒരു 500 സീറ്റോളം മൊത്തത്തിന് വേക്കൻ്റ് ആണ്. എക്സിക്യൂട്ടീവിലും മറ്റേ സാധാരണ നോർമൽ ചെയർ കാറിലും കൂടെ കൂട്ടി. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ സെയിം വന്ദേ ഭാരതാണ്. എസ്പെഷ്യലി വലിയ വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ വർഷം 2023 ഇറങ്ങിയ ആ മോഡലാണ്. 702 കിലോമീറ്റർ 7 മണിക്കൂർ 36 മിനിറ്റ് കൊണ്ടാണ് ഈ വന്ദേ ഭാരത് സഞ്ചരിക്കുന്നത്. 3 സ്റ്റോപ്പേ ഉള്ളൂ. ഇവിടെ നിന്നിട്ട് ആഗ്ര, ഗ്വാളിയർ, ഝാൻസി, പിന്നെ നേരെ ഭോപ്പാൽ ഹബീബ്ഗഞ്ച്. ഈ വണ്ടി സാറ്റർഡേ മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ ദിവസവും ഉള്ളൊരു സർവീസാണ്. ഇവിടെ ഒരു വണ്ടി വന്നാൽ കണ്ടോ, ഇത് ഈ വണ്ടിയുടെ പേരെന്താ, ആൻഡമാൻ എക്സ്പ്രസ് എന്നാണ്. ചെന്നൈയിൽ നിന്ന് ഖത്ര വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. ഈ ചെന്നൈ ഡൽഹി റൂട്ടിലെ ഏറ്റവും സ്ലോസ്റ്റ് ആയിട്ടുള്ള ട്രെയിനാണ് നമ്മൾ ഈ കാണുന്നത്, ആൻഡമാൻ എക്സ്പ്രസ്. ഇതിന് കുറേ സ്റ്റോപ്പ് ഉണ്ട്. ഇത് ചെന്നൈയിൽ നിന്ന് ഇപ്പൊ ഖത്ര വരെയാണ്. നേരത്തെ ജമ്മു വരെയായിരുന്നു, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്താ. നമ്മുടെ അവിടെ നിന്ന് മംഗള ലക്ഷദ്വീപില്ല, അതേപോലെ തന്നെ തമിഴ്നാട്ടുകാരുടെ ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ എക്സ്പ്രസ്. ഇപ്പോഴും ഇത് പഴയ ICF കോച്ച് വെച്ചാണ് ഓടുന്നത്. ഇതൊന്നും LHP ആയിട്ടില്ല എതിരായിട്ട്. നമ്മൾ സാധാരണ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തന്നെ സെയിം ആണ്. ഫുഡ് റെസ്റ്റും കാര്യങ്ങളും, പിന്നെ ട്രേ ടേബിൾ ഇങ്ങനെ വരുന്ന ബോട്ടിൽ ഹോൾഡർ അതിൻ്റെ താഴെ, അങ്ങനെ ആ സംഭവങ്ങൾ സെയിം ആട്ടോ. 2:40 ആയപ്പോൾ തന്നെ നമ്മുടെ VB ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. കറക്റ്റ് ടൈം. ഹസ്രത്ത് നിസാമുദ്ദീൻ വിട്ട് ഇനി തുഗ്ലക്കാബാദ് കഴിയുമ്പോൾ 160 എടുക്കും. യാത്ര തുടങ്ങിയ ഉടനെ തന്നെ ഓവർടേക്ക് ആണല്ലോ. അപ്പുറത്ത് ഒരു വണ്ടി ഉണ്ട് പിടിച്ചിട്ടേക്കുന്നുണ്ടോ. ഋഷികേശിന് പൂരിക്ക് പോകുന്ന വണ്ടിയാണ്. അതുകൊണ്ടോ ടാങ്ക് കണ്ടോ, ടാങ്ക്. ഓ പുളി പട്ടാളക്കാരുടെ വണ്ടി കണ്ടാ. ഫുള്ള് പട്ടാളത്തിന് ഐറ്റംസാണ്. സ്പീഡ് പയ്യെ കൂടി വരികയാണ്. ഇപ്പൊ 125 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചവിട്ടും, ഇടയ്ക്ക് പിന്നെ സ്പീഡ് കൊടുക്കും. ഇപ്പൊ എന്തായാലും വെച്ചനത്തുക. ഫൈനലിൽ ഇങ്ങനെ 160 km/h കയറിയിരിക്കുകയാണ്. ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് രാജധാനി. നമ്മളിപ്പോൾ 160 ആഗ്ര വരെ പറക്കും. ഇങ്ങനെ നമ്മളന്ന് ഗതിമാനി പോയില്ലേ, അതിനേക്കാളും സ്മൂത്താണ്. വന്ദേ ഭാരതല്ലേ, അപ്പോൾ ഒന്നുകൂടെ സ്മൂത്ത് ആയിരിക്കും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ. ഫരീദാബാദ് സ്റ്റേഷൻ ഒന്നും കാണുന്ന പോലെ കേട്ടോ. 160 km/h ഫരീദാബാദ് സ്കിപ്പ് ചെയ്യുന്നുണ്ടോ? എൻ്റെ പൊന്നെ, എന്തായാലും നമ്മളെന്ത് ഹിമസാഗർ വന്നപ്പോൾ നിർത്തിയ സ്റ്റേഷനാണ്. ഓ അടിപൊളി. സ്മൂത്ത് എന്ന് വെച്ചാൽ പക്ക സ്മൂത്ത് കേട്ടോ. നല്ല കംഫർട്ട് ഉണ്ട്. 160 ആണ്, നമ്മൾ അറിയത്ത് പോലും ഇല്ല. ഒരു കുടുക്കോ അങ്ങനെ ഒരു പ്രശ്നമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഡൽഹിയിൽ നിന്ന് 187 കിലോമീറ്റർ മാറിയുള്ള ആഗ്രയിലാണ് നമ്മുടെ സ്റ്റോപ്പ്. 4:15 എത്തും. അപ്പോൾ വീണ്ടും ഉരുട്ടാൻ തുടങ്ങി. ഇവിടെ ഞാൻ സ്പീഡ് റെസ്ട്രിക്ഷൻ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മുംബൈ അഹമ്മദാബാദ് റൂട്ടിലൊക്കെ കുറേ ട്രെയിൻസ് ഉണ്ടല്ലോ ഇതേപോലെ ഹൈ സ്പീഡ്. അതേപോലെയാണ് ഇവിടെ നിന്ന് ഈ ഡൽഹി ഝാൻസി റൂട്ടിലൊക്കെ നല്ല തിരക്കുള്ള റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രെയിൻസ് ഒരുപാടുള്ളതും പിന്നെ നല്ല സ്പീഡിൽ പോകുന്നതും. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ സ്നാക്സ് ഒക്കെ വളരെ റിച്ചാണ് കേട്ടോ. വൈകിട്ട്
അപ്പോൾ നമുക്ക് ക്രൊസോങ് വന്നു, പിന്നെ ഇത് മറ്റേ ആപ്പിൾ ജ്യൂസ്, എല്ലാത്തിനും എല്ലാ വന്ദേ ഭാരതിലും സെയിം ആട്ടോ. ഹിമാലയൻ സോൾട്ട് ക്യാരമൽ പോപ്കോൺ, പിന്നെ കാഷ്യൂസ് ഉണ്ട്, ചിലയിൽ ബദാം കിട്ടും, ജിഞ്ചർ ചായയുടെ ഇൻസ്റ്റൻറ്റ് ടീ മിക്സ് ഉണ്ട്, പിന്നെ മിക്സ്ചറുണ്ട്, ഗഡ്ബഡ് മിക്സ്ചർ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ കച്ചോടി. ഇതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കച്ചോടി. കാണുന്നിടത്തേക്ക് സാധനം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വൈകിട്ട് സ്നാക്സിനുള്ളത്. ഇത് ചായോസ് എന്നൊരു കമ്പനിയുടെ ജിഞ്ചർ ചായ് ടീ പ്രീമിക്സ് ആണ്. അതായത് ഈ ഒരു പൗഡർ നമ്മൾ വെള്ളത്തിനകത്ത് ചൂടുവെള്ളത്തിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് കുടിച്ചാൽ മതി. ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്, പഞ്ചസാരയും തേയിലയും അങ്ങനെ എല്ലാ മിക്സും ഉണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനകത്ത് വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർക്ക് ഈ ഗ്ലാസ് കുറച്ച് ക്വാളിറ്റി ഉള്ള ഗ്ലാസ് തരാൻ കേട്ടോ. ഇത് ഭയങ്കര നമ്മൾ സാധാരണ പേപ്പർ ഗ്ലാസ് ഇല്ലേ, ഇപ്പോൾ ഈ ചൂടുവെള്ളം കൂടെ അതിനകത്ത് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കുടിക്കാൻ വേണ്ടി. ബർമയിൽ നിന്ന് ദില്ലിക്ക് പോകുന്ന ഒരു എക്സ്പ്രസ്സാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ കണ്ട് മധുര ജംഗ്ഷൻ സ്കിപ്പ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾ മധുരയിലേക്ക് ട്രെയിൻ കയറുകയാണെങ്കിൽ മധുര സ്റ്റോപ്പുള്ള വണ്ടിക്കാണ് കയറാൻ കേട്ടോ. എല്ലാ വണ്ടിക്കത്തും മധുരയിലെ സ്റ്റോപ്പില്ല, അതൊക്കെ നോക്കി വേണം കയറാൻ. ഡൽഹിയിൽ നിന്നൊക്കെ കയറുകയാണെങ്കിൽ മധുരയിൽ വൃന്ദാവനമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ എല്ലാ വണ്ടിക്കൊന്നും സ്റ്റോപ്പൊന്നുമില്ല. കറണ്ട് ബുക്കിങ്ങിൻ്റെ ഓപ്പൺ ആയപ്പോൾ 3120 രൂപയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ കൂടുതലാണ് കറണ്ട് ബുക്കിങ്. വണ്ടി വിട്ട് ആഗ്രഹത്തറായപ്പോഴാണ് വെൽക്കം സാറിന് റോസാപ്പൂ കൊടുത്തത്. അയ്യോ കൊള്ളാം. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ മാത്രമുള്ള ഈ വെൽക്കമിങ് ഒക്കെ നല്ല മണം കേട്ടോ. ആഗ്ര എത്തുന്നതിന് മുമ്പ് വേറൊരു വണ്ടി ഓവർടേക്ക് അടിക്കുന്നുണ്ടോ? ഈ തറപറ ഓവർടേക്കാണ്, ഗതിമാൻ ഓവർടേക്ക് അടിക്കുന്ന പോലെ തന്നെയാണ് വന്ദേ ഭാരത്, അറിയാമല്ലോ. നമ്മൾ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇവിടെ ആഗ്ര കണ്ടോൺമെന്റ് എത്തി. ഈ 2 കോച്ചിന്റെ ഇടയ്ക്ക് എന്തോ കിടന്ന് ഓരയുന്നുണ്ട്, അതായത് ഭയങ്കര ശബ്ദം. എത്ര നേരം അറിയാം. നമ്മുടെ VBയിൽ വലിയ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കയറാൻ. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഫുള്ളൊന്നും അല്ല, ഏകദേശം ഒരു 50% വല്ല മിക്കവാറും ഒക്യുപ്പൻസി കാണത്തുള്ളൂ. ബാക്കിയെല്ലാം കാലിയാണ്. ഞാൻ പറഞ്ഞ 500-ലധികം സീറ്റോളം വേക്കൻ ഉണ്ടായിരുന്നു. ഇത് മറ്റേ സ്റ്റീൽ സമുദ എക്സ്പ്രസ് ആയിട്ടോ, വൈസാഖ് സ്റ്റീൽ സമുദ, വിശാഖപട്ടണം നിസാമുദ്ദീൻ. അവിടെ കണ്ടൊരു കത്തി കോച്ച് കിടക്കുന്നുണ്ടോ. അത് ഈ ഭാഗത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പം ഈ നാട്ടുകാരൊക്കെ എടുത്ത് ഒരു ട്രെയിനൊക്കെ എടുത്ത് കത്തിക്കും. അങ്ങനെ ഏതോ കത്തിച്ചൊരു കോച്ചല്ലേ. നമ്മൾ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നത്. ഈ നിസാമുദ്ദീൻ ഭോപ്പാൽ റൂട്ടിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ് ഈ ഒരു വന്ദേ ഭാരത്. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് എന്നറിയോ? സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് നിസാമുദ്ദീൻ ചെന്നൈ ദുരന്തമാണ്. അത് 8 മണിക്കൂർ 17 മിനിറ്റാണ്. ഏറ്റവും സ്ലോവസ്റ്റ് ഛത്തീസ്ഗഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, അതിന് 13.25 മണിക്കൂർ എടുക്കും ഡൽഹിയിൽ നിന്ന് ഭോപ്പാൽ എത്താൻ വേണ്ടി. ഈ വണ്ടിയുടെ സ്റ്റോപ്പ് പാറ്റേൺ നിങ്ങൾ കണ്ടായിരുന്നോ? ആഗ്ര ഉത്തർപ്രദേശ്, ഗ്വാളിയർ മധ്യപ്രദേശ്, ഝാൻസി ഉത്തർപ്രദേശ്, ഭോപ്പാൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് മധ്യപ്രദേശ്. എന്താ തന്നെ. ഒരു കാര്യം പറയാനുണ്ട്, അതായത് നമ്മളിപ്പം ഈ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിട്ട് മീല് സെലക്ട് ചെയ്യാൻ മറന്നു പോയെങ്കിൽ ഇവർ ഇത് അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിട്ട് കാറ്ററിംഗ് ആൾ പറഞ്ഞാൽ മീല് കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ എക്സ്ട്രാ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അവർ ആ മീലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പൈസ ഉണ്ടാവും, അതിനെക്കാട്ടും 50 രൂപ എക്സ്ട്രാ അവരുടെ സർവീസ് ചാർജ് ഉണ്ട്. അതും കൂടെ കൂട്ടിക്കൊടുത്താൽ നമുക്ക് മീല് കിട്ടും. നമ്മളിപ്പം ബുക്ക് ചെയ്യാൻ നേരത്ത് വെജ് സെലക്ട് ചെയ്തിട്ട് നോൺ വെജ് വേണമെങ്കിൽ എനിക്കിവിടെ ചോദിച്ചിട്ട് അവർ തരുന്നതാണ്. അത് അങ്ങനെ വെജ് തന്നെ തരത്തുള്ളൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പല വണ്ടികളും ഞാനങ്ങനെ കണ്ടിട്ടുള്ളത്. നമ്മൾ വെജ് സെലക്ട് ചെയ്തെങ്കിലും നമ്മൾ ചോദിക്കും, വന്നിട്ട് വെജ് വേണോ നോൺ വെജ് വേണം ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി. ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരത് ഒരിട്ടുന്നു, അപ്പുറത്തോടെ ഏതോ വണ്ടി മിന്നിച്ച് പോകുന്നു. എന്തൊരവസ്ഥയത്തേക്ക് ഈ ഭാഗത്ത് ഫുള്ള് പണി നടക്കണം. അതായത് അപ്പുറത്തെ ട്രാക്കിൽ ഉച്ച കഴിഞ്ഞ് ട്രെയിൻസ് ഡൽഹി ഭാഗത്തേക്ക് കുറവാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും, ആ ഗ്യാപ്പിൽ നല്ല മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അവർ സ്പീഡ് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പയ്യാണ് പോകുന്നത്. എനിക്ക് കുറച്ച് കാര്യം പറയണ്ട. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്, പക്ഷേ കുറച്ചൊക്കെ കാര്യങ്ങൾ കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആകണം. അതായത് സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ട് വാഷ്റൂം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇവിടെയുള്ള ആൾക്കാർക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അപ്പം ഇവരെന്ത് ചെയ്യണം, നമ്മുടെ റെയിൽവേ തന്നെ ഈ വാഷ്റൂം യൂസ് ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും ഒരു അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മനസ്സിലായോ? ഒരു ട്രെയിനിൽ എങ്ങനെയാണ് വാഷ്റൂം യൂസ് ചെയ്യേണ്ടത്, താഴെ വെള്ളം ഇടാതെ എങ്ങനെ നീറ്റായിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രം മതി. ആ ഒരു കാര്യം റെയിൽവേ ആരും ചെയ്താൽ റെയിൽവേ അടിപൊളിയാണ്. പിന്നെ ഈ സ്ലീപ്പറിൽ അനാവശ്യമായിട്ട് കയറി വരുന്ന ആൾക്കാർ, പിന്നെ ഈ ജനറൽ 2 എണ്ണം വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ജനറൽ ഒരു ട്രെയിനിലൊരു മിനിമം ഒരു 4 എണ്ണമെങ്കിലും വേണം, എന്നാലേ ഈ സാധാരണക്കാർക്ക് യാത്ര ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ റെയിൽവേ അടിപൊളിയാവും. പിന്നെ ഉള്ള വണ്ടി മര്യാദയ്ക്ക് ഓടിക്കുക, ഉള്ള വണ്ടി നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഓടിക്കുക, അതൊക്കെയാണ് ഇനി റെയിൽവേ ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രയോറിറ്റി വാഷ്റൂമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നോർത്തിലുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇവന്മാർ ബാത്റൂമിൽ കാര്യം സഹിച്ച ഇവർ കഴുകി കളയുന്ന ഒരു പരിപാടിയില്ല. ഇപ്പം ഞാൻ പോയിട്ട് വന്നാൽ അവിടെ കണ്ടതേ ഉള്ളൂ. ഇപ്പം
ഫ്ലഷ് വലിക്കാൻ ആർക്കും വയ്യ. എന്ത് ആൾക്കാരാണ്. ആ ഒരു സംഭവം റെയിൽവേ ഇവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താ? കമൻറ്റ് ചെയ്യും. ഇവിടെയുള്ള എല്ലാവരും ഒന്നും അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല കേട്ടോ. വാഷ്റൂം യൂസ് ചെയ്യാൻ അറിയാവുന്ന നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷേ ഒട്ടുമിക്ക എല്ലാവരും ഇതേപോലെ അറിയാത്തവരാണ്. അറിയാത്തവരെന്ന് തന്നെ വേണം പറയാൻ. കാര്യം അവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് വാഷ്റൂം യൂസ് ചെയ്യേണ്ടത്. ഒരു വാഷ്റൂമിൽ പോയിട്ട് വന്നാൽ താഴെ ഫുള്ള് വെള്ളമാക്കി ഫ്ലഷും വലിക്കാൻ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ. അപ്പോൾ അത് അറിയാവുന്ന ആൾക്കാരും ഉണ്ട്. അറിയാത്ത ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മൾ ഈ പോകുന്ന ഈ വന്ദേ ഭാരത് നമ്പർ 20172 എന്നാണ്. രാവിലെ ഭോപ്പാൽ 5:40 വിടുന്ന വണ്ടിയുടെ നമ്പർ 20171 എന്നാണ്. 5:40 ഇവിടെ നിന്ന് ഭോപ്പാലിന് വിട്ടിട്ട് 1:15 ഇവിടെ നിസാമത്തിലെത്തും. എന്നിട്ട് തിരിച്ച് 2:40 നിസാമത്തിൽ നിന്ന് എടുത്തിട്ട് രാത്രി 10:15 ഇതിവിടെ എത്തും, റാണി കമലാപതി എത്തും. നമ്മുടെ ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ട്രെയിനിൽ ഒരെണ്ണം ഗതിമാൻ എക്സ്പ്രസ് അവിടെ അങ്ങനെ പിടിച്ചിട്ടേക്കോട്ടെ. ഗതിമാൻ എവിടെയോ കൊണ്ട് തൂക്കിയിട്ടേക്കുക. നമ്മൾ ഹിംസാറിൽ പോയപ്പോൾ ചമ്പൽ നദി ഉണ്ടല്ലോ, ആ നദിയാണിത് കേട്ടോ. മധ്യപ്രദേശ് രാജസ്ഥാൻ അതിർത്തിയാണ്. നമ്മളിപ്പോൾ രാജസ്ഥാനിൽ കയറി. ഏതോ വണ്ടിയുടെ ഓവർടേക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ജലം എക്സ്പ്രസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. പൂനെ ജമ്മു തവി ജലം എക്സ്പ്രസ്. ആ ട്രെയിൻ ജലം എക്സ്പ്രസ് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്നറിയാം. അതിൻ്റെ നെയിം ബോർഡ് പൂനെയുടെ പൂനെ തുടങ്ങുന്ന വണ്ടികളൊക്കെ നെയിം ബോർഡ് നമുക്ക് വേഗം മനസ്സിലാവും. പൂർണ്ണ എക്സ്പ്രസ് നെയിം ബോർഡ് നിങ്ങൾ കണ്ടില്ലേ? അതായത് വെള്ള നെയിം ബോർഡിൽ ഒരു റെഡ് ലൈനിങ്ങിലാണ് അവർ പേരിടുന്നത്. അപ്പം നമ്മൾ ദൂരെ കണ്ടിട്ട് തന്നെ മനസ്സിലാവും വണ്ടി. പിന്നെ സിആറിൻ്റെ കോച്ചുമാണ്. അപ്പം ജലം എക്സ്പ്രസ് ആണെന്ന് തന്നെ മനസ്സിലായി. വേറെ വണ്ടിയൊന്നുമില്ല ഈ സമയത്ത് അങ്ങോട്ടേക്ക്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ സ്ഥിരം വന്ന് ട്രെയിനിൻ്റെ ടൈമിംഗ് ഒക്കെ ഇപ്പോൾ കാണാപ്പാടായി. അപ്പുറത്ത് മറ്റേ ജമ്മു താവി പൂനെ ജലമിനെ നമ്മളിവിടെ ഓവർടേക്ക് അടിച്ച് മൊറേന എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഗ്വാളിയർ എത്ര ഏതാണ്ട് ജാൻസി ഷെഡിൻ്റെ ഒരു ആൽക്കോ ഉണ്ടോ, WDM3A. പക്ക ഓൺ ടൈമിനാണ് നമ്മളിവിടെ ഗ്വാളിയറിൽ എത്തുന്നത് കേട്ടോ. 5:38. ഇവിടെ നിന്ന് ആരും കയറാനൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഗ്വാളിയർ നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ കേട്ടോ. ഗ്വാളിയറിനെ കൂടെ എന്തെങ്കിലും പേരിടുമായിരിക്കും. ജാൻസിക്ക് നീലാങ്കണ ലക്ഷ്മിബായി കിട്ടും. ഭോപ്പാൽ ഹബീബ്ഗഞ്ചിന് റാണി കമലാപതി കിട്ടും. അല്ലെങ്കിൽ ഗ്വാളിയറിനും കൂടെ ഇടാനുള്ളത്. ഇനി നമ്മുടെ വണ്ടിക്ക് ഒരു സ്റ്റോപ്പ് ജാൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് രാത്രിത്തേക്കുള്ള ഡിന്നർ കയറും. അയ്യോ, വന്ദേ ഭാരതിലെ കറണ്ട് പോയി. ഇതെന്ത് പറ്റി? ലൈറ്റൊക്കെ ഓഫായേ, അടിച്ചു പോയോ അല്ല? ഇതെന്താണിത്? കറണ്ട് പോയി ഗൈസ്. വന്ദേ ഭാരതിലെ കറണ്ട് പോയി. ഒറ്റ കോച്ചിലും ലൈറ്റ് ഇല്ല കേട്ടോ. അതേ വന്നു ലൂസ് കണക്ഷൻ ആയതായിരിക്കും. ജാൻസി എത്തിയപ്പോഴേക്കും വണ്ടി വീണ്ടും കാലിയായി. ആരും ഇല്ല പിന്നത്ത്. ജാൻസിയിലെത്തിയത് 3 മിനിറ്റ് നേരത്തെയാണ്. അപ്പോൾ ഒരു ഫുഡ് ലോഡ് ചെയ്യാണ്. നമുക്ക് രാത്രി കഴിക്കാനുള്ള ഡിന്നറൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതോ VIP ആണെന്ന് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ആരാന്ന് ആർക്കറിയാം. ഇവിടെ ജാൻസി സ്റ്റേഷനിൽ ഒരു സെലിബ്രേഷൻ ലോഞ്ച് തന്നെ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എന്തോ റെസ്റ്റോറൻറ്റ് പോലെ സെറ്റപ്പാണ്. അവിടെ AC, സോഫ, സീറ്റിംഗ് അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വാഷ്റൂം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കുട്ടി ലോഞ്ച് പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. ഇനി ജാൻസിന്ന് ഭോപ്പാൽ വരെ ഏകദേശം 297 കിലോമീറ്റർ ഉണ്ട്. 3.25 മണിക്കൂറാണ് റണ്ണിങ് ടൈം കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രയും നേരം നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓടും. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഡിന്നറിന് മുമ്പേ ടൊമാറ്റോ സൂപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു മിക്സ് കണ്ടിട്ടുണ്ട്. അറ്റ്ലാന്റിസ് ഇൻസ്റ്റാ കപ്പ് ടൊമാറ്റോ സൂപ്പ് പൗഡർ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ബട്ടറുണ്ട്. പിന്നെ ബ്രെഡ് സ്റ്റിക്ക് ഉണ്ട്. ഇത് ബ്രെഡ് സ്റ്റിക്ക്. അപ്പോൾ ഇനി വെള്ളം കൊണ്ട് നിറയ്ക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. മിക്കവാറും വന്ദേ ഭാരതിലൊക്കെ നോറിൻ്റെ മിക്സാണ് വരുന്നത്. ടൊമാറ്റോ സൂപ്പ് മിക്സ്. ഇത് കൊള്ളാൻ കിട്ടും. അറ്റ്ലാന്റിസ് ഇൻസ്റ്റാ കപ്പ് എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര്. കൊള്ളാം. ഡിന്നർ എത്തിയിരിക്കുകയാണ്. ഞാൻ നോൺ വെജാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണ താലിയല്ലേ ആയിരിക്കും. അപ്പോൾ ഇത് റൊട്ടി. പിന്നെ ഇതുണ്ടോ സോവാൻ കേക്ക്. ഇതെന്ത് കേക്കാണ് ഇത്? സോവാൻ കേക്ക്. പിന്നെ തൈരുണ്ട്. ഇതെന്താണെന്ന് തുറന്ന് നോക്കട്ടെ. സാധാരണ നമുക്ക് ട്രെയിനിൽ കിട്ടുന്ന ഐറ്റം തന്നെയാണ്. ചിക്കൻ കറിയാണ് കേട്ടോ. 2 പീസുണ്ട്. പിന്നെ ഡാൽ കറി. പിന്നെ എന്തോ ഒരു മിക്സഡ് ഡ്രൈ. പിന്നെ റൈസ് ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഉള്ളത്. ചിക്കൻ കറിക്ക് ചെറിയൊരു മധുരപ്പുണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ. ചിക്കൻ പക്ഷേ കല്ല് പോലെ ഇരിക്കുന്നത്. ചിക്കൻ കറി വലിയ കുഴപ്പമില്ല, കഴിക്കാം. ചോറും നല്ലതാണ്. പക്ഷേ പരിപ്പുകളുടെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് കേട്ടോ. നമുക്ക് ഇത്രേ ഉള്ളൂ ആകെ. ചിക്കൻ കറി ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കുറവാണ്. ചിക്കൻ കറിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഈ തൊട്ടുമില്ല കേട്ടോ പരിപ്പൂരുടെ. ഇതെന്താ സാധനം എന്നറിയാമോ? ഞാൻ വെച്ച് വലിയ സംഭവമാണ്. സോവാൻ കേക്ക് എന്നാണ്. സോവാൻ പപ്പടി അതിങ്ങനെ ഇടപ്പയ്ക്കകത്ത് ഇട്ട് തന്നേക്കുന്നതാണ് ആ സോവാൻ കേക്ക്. ഫുഡ് ഓക്കെ എന്ന് പറയാം. അത്രയ്ക്ക് നല്ല ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഓക്കെ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചതിൽ ഏറ്റവും വന്ദേ ഭാരതിലെ അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ തിരുപ്പതി വന്ദേ ഭാരതിലാണ്. എപ്പോഴും പറയും നല്ല ഫുഡാണല്ലോ കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസും കിട്ടും. നല്ല അടിപൊളി ഫുഡാണ്. നമ്മളിങ്ങനെ 130 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എങ്ങും നിർത്തുന്നില്ല. ഇനി ഭോപ്പാൽ ഹബീബ്ഗഞ്ചിലാണ് നമ്മൾ നിർത്തുന്നത്. നമ്മുടെ അടുത്ത യാത്ര ഇനി ഭോപ്പാൽ ജംഗ്ഷനിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള നമ്മുടെ കർണാടക എക്സ്പ്രസ് ആണ്. കർണാടക എക്സ്പ്രസ് ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ 6:30 ഭോപ്പാലിന് കയറും. ജംഗ്ഷനിൽ നിന്നാണ്.
അപ്പോൾ ഇത് ഹബീബ്ഗഞ്ച് പോകും. അപ്പോൾ ഇനി ഹബീബ്ഗഞ്ചിൽ ജംഗ്ഷൻ വരെ ഞാൻ വരണം. 7 കിലോമീറ്ററോളം എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, ബൈ റോഡ് എങ്ങാണ്ട്. ട്രെയിൻ 10:45 ഇത് 10:15 അപ്പോൾ ഭോപ്പാൽ ജംഗ്ഷനിൽ പോയി റിട്ടേൺ റൂം എടുത്തിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കണം. അടുത്ത ദിവസം രാവിലെ കർണാടക എക്സ്പ്രസ്. അപ്പോൾ അടുത്ത വീഡിയോ അതാണ് കർണാടക എക്സ്പ്രസിൻ്റെ. അറ്റ്ലാസ് നമുക്ക് ഡെസേർട്ടും കിട്ടി കേട്ടോ. അമൂലിൻ്റെ ഒരു മിൽക്ക് ഐസ്ക്രീമാണ്. അപ്പോൾ കഴിച്ച് കഴിയുമ്പോൾ ഐസ്ക്രീമും കിട്ടും. ഇവിടെ റാണി കമലാപതി എത്താൻ ഇനി 10:15 എത്തുന്നതെന്ന് പറയുന്നത്. 25 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഭോപ്പാൽ എത്താറായി. ഭോപ്പാൽ ജംഗ്ഷനിലാണ് എൻ്റെ റിട്ടേൺ റൂം ഉള്ളത്. ജംഗ്ഷൻ വഴി പാസ് ചെയ്ത് നമ്മൾ റാണി കമലാപതി പോകുന്നത്. ജംഗ്ഷനിലെങ്ങാനും നിർത്തി തുറക്കുകയാണെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ അവിടെ പോയി ഇറങ്ങേണ്ടി വരും. അങ്ങനെ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. 10:09 ആയപ്പോൾ 10:15 എത്തേണ്ട വണ്ടി 6 മിനിറ്റ് നേരത്തെ എത്തി. ഇതാണ് ആ ഒരു അടിപൊളി സ്റ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ. കണ്ടാ ഇത് കൊള്ളാലോ, എയർപോർട്ട് പോലൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണല്ലോ. വാ പൊളിച്ചു. ഇത് നമ്മളെ FOBയുടെ മുകളിൽ കയറി വന്നതാണേ. സൂപ്പർ അല്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ട്രെയിൻ കണ്ടോ, ട്രെയിൻ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അടിപൊളി കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ സ്റ്റേഷൻ. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ റിട്ടേൺ റൂമും എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ ഇവിടെ അല്ല, ഞാൻ ഭോപ്പാലിൽ എടുത്തിട്ട്. കാരണം എനിക്ക് അതിരാവിലെ ഭോപ്പാലിനാണ് വണ്ടി. അപ്പോൾ ഞാൻ അവിടെ പോയാൽ റൂം എടുത്തത്. ഇത് എന്തായാലും അടിപൊളിയാട്ടോ. ഇങ്ങനൊരു റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ട് കാണുന്നത്. നല്ല നീറ്റ് വെൽ മെയിൻറ്റൈൻഡ് ആട്ടോ. ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ മധ്യപ്രദേശ് ടൂറിസം വെൽക്കംസ് യു. ഇത് വമ്പ സെറ്റപ്പ് ആട്ടോ. എസ്കലേറ്റർ എല്ലാം ഉണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണോ അതോ എയർപോർട്ടാണോ? ചില എയർപോർട്ടൊക്കെ ഇതിനെക്കാളും കഷ്ടം കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, അടിപൊളി. എന്ത് വലിയ സ്റ്റേഷനിൽ ബിൽഡിംഗ് നോക്കിയേ, റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ. ഓ ഇത് അടിപൊളി, ഒരു രക്ഷയിലാണ്ടാ. സൂപ്പർ. ഇത് എന്തായാലും സെറ്റപ്പ് കൊള്ളാം കേട്ടോ. റെയിൽവേ സ്റ്റേഷന് പുറത്താണെങ്കിലും ഒരു കച്ചറ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ന്യൂഡൽഹി സ്റ്റേഷന് പുറത്ത് കാണുന്ന പോലെ അങ്ങനത്തെ പരിപാടി കച്ചറ ഒന്നുമില്ല. കൊള്ളാം, അടിപൊളി. ഇങ്ങനൊന്നും എല്ലാം പ്രതീക്ഷിച്ച കേട്ടോ. ആ ഭാഗത്തൊക്കെ കുറേ ഫുഡ് കോർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഭോപ്പാൽ മെട്രോ പണിയാട്ടോ. അതിന്റെ മെട്രോ സ്റ്റേഷനാണ് തൊട്ട് മുന്നിൽ. ഇത് ഭയങ്കര കണക്ടിവിറ്റി ആയിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ പണിതാല് ഭോപ്പാൽ മെട്രോ ആണ് ഈ പണിയുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഒരു ക്യാബ് എടുത്തിട്ട് ഭോപ്പാൽ ജംഗ്ഷനിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് കമലാപതി ഒരു 7 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അത് ക്യാബ് എടുത്ത് പോകാം, ട്രെയിനൊന്നും ഇല്ല. ക്യാബ് കയറി ഭോപ്പാൽ ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. ഭോപ്പാൽ ജംഗ്ഷനും അതുപോലെ തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന സ്റ്റേഷനാണ്. പക്ഷേ കുറച്ച് പഴയതാണ്. ഹബീബ്ഗഞ്ച് പോലത്തെ അല്ല, പഴയ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ബിൽഡിംഗ് ആണ്ടോ. ആ മധ്യപ്രദേശിൻ്റെ സാഞ്ചി സ്തൂപം അല്ലേ അത്, അതെന്തോ അല്ലേ, അതാന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം. അവിടെ ഈ സഹയോഗത്തിൻ്റെ എൻക്വയറി കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ പറഞ്ഞാൽ അവരൊരു പേപ്പറിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി തരും. അപ്പോൾ അത് പോയി അവിടെ കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ അവിടെ അങ്ങനെയാണ് റിട്ടേൺ റൂം ഉള്ളത്. അവിടെ പോയി കാണിച്ചാൽ നമുക്ക് റൂം കിട്ടും. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ റൂം ആൻഡ് ORH പോയി നോക്കാം ബാ. അങ്ങനെ നമ്മൾ ഭോപ്പാൽ ജംഗ്ഷൻ റിട്ടേൺ റൂമിൽ വന്നിരിക്കുകയാണ്. ഒരു ഡബിൾ ബെഡ് AC മുറിയാണ്. ഈ മുറിക്ക് 627 രൂപയായത് ഒരു രാത്രി. അപ്പോൾ ഇതിവിടെ വന്ന് എഴുതി കൊടുത്ത് വന്നാൽ നമുക്ക് മോളിൽ വന്ന് കുറച്ച് റെയിൽവേ സ്റ്റേഷൻ വഴി തന്നെ അങ്ങ് അറ്റത്താണ്. ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരതിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കർണാടക എക്സ്പ്രസ്സിൽ നേരെ ഇവിടെ നിന്ന് ഭോപ്പാലിൽ ബാംഗ്ലൂർ വന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. അടുത്ത ദിവസം കർണാടക എക്സ്പ്രസ്സിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോഴേക്കും ബൈ.